ഒന്നറാം ദീപിനെ വരെ 20 തെറ്റിച്ച് എഴുതിയില്ല എന്ന് സാറ് പറഞ്ഞു. അപ്പം ഞാൻ ഈ 45 മിനിറ്റ് ക്ലോക്കിലൊക്കെ ഞാൻ ആകെ 20 ക്വസ്റ്റ്യൻ, പിന്നെയും കിടക്കുകയാണ് 20-25 ക്വസ്റ്റ്യൻ. അപ്പം ഒരു പാനിക്കായി. ഞാൻ പിന്നെ വേഗം കെമിസ്ട്രി ഞാൻ ചെയ്യാൻ നിന്നില്ല, കാരണം ഇത് ടഫാന്ന് മനസ്സിലായി. പലതും മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ബാഡായിരിക്കും, കാരണം നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര മോശമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോവുക. ഞാനത് പറയാൻ കാരണം വിഷമിപ്പിക്കാനല്ല. അതുപോലെ വേറൊന്നും ഇപ്പോൾ ഒരാളോട് ഡൗട്ട് കഴിക്കുകയാണെങ്കിൽ അതിൽ കുത്തിക്കയറി ഇടപെട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കുറേ പേര് പരിചയമുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞപ്പോൾ 2 വീഡിയോ ഉണ്ടാ അത് വീണ്ടും പോകും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട ഡിസിപ്ലിൻ തന്നെയാണ്. നമ്മൾ വെറുതെ വീഡിയോ ആദ്യം നമ്മൾ വീഡിയോ കാണുന്ന സ്ഥിരം, അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഹൈ സാധനം കിട്ടും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മടി അതിനെ കോങ്കർ ചെയ്യും. സന്തോഷം അല്ല പറയാം, സമാധാനമായി. സന്തോഷമല്ല, സമാധാനമായി. പിന്നെ എല്ലാവർക്കും ടഫാണ്, പിന്നെ പ്രശ്നമില്ലല്ലോ. എന്നിട്ടാണോ ഈ സമയം പോയെന്ന് പറഞ്ഞേ? അത് ശരി. അപ്പോൾ ടൈം മാനേജ്മെന്റ് എങ്ങനെയാ? അപ്പോൾ കാരണം പലർക്കും മേജർ കൺസേൺ ആയിരുന്നു, ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമോ? പലരും ചെയ്ത് തീർത്തിട്ടുമില്ല. ഓക്കെ, അതുപോലെ ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ താങ്കൾ ഇവിടെ 180 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ ടൈം മാനേജ്മെന്റ് ചോദിക്കരുത്, എങ്ങനെയോ ചെയ്ത് കൂട്ടിയത്, എങ്ങനെയൊക്കെയോ ചെയ്ത്. ഓക്കെ, അവിടെ എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്? ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ തന്നെ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ഒക്കെ ഡിലേ ആയി. പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ റോൾ നമ്പർ തെറ്റി, അത് വേറെ പ്രശ്നമായി. അത് നമുക്കറിയാം, നമ്മളിവിടെ എപ്പോഴും പറയുന്നതാണ് സാർമാർ, അത് തെറ്റിയാലും പ്രശ്നമല്ല, റീഡാവും, നമുക്കറിയാം. പക്ഷെ അവിടെ ടീച്ചേഴ്സ് കുറച്ച് പാനിക്കാക്കി, അയ്യോ മോനെ ഇതെന്തോ ഇനി എന്ത് ചെയ്യും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. അത് പിന്നെ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, അവിടെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്തു, അങ്ങനെ പറഞ്ഞു. അങ്ങനെ എഴുതാൻ കിട്ടുന്നില്ല, ഫുൾ ബ്ലാങ്കായി. ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. എന്താ ഇത്, ക്വസ്റ്റ്യൻ വായിച്ചു തീരുന്നില്ല കുറേ എണ്ണം. അങ്ങനെ ഭയങ്കര ലെങ്തി ആയിരുന്നു. അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ തന്നെ ക്യാമ്പസിലുള്ള 2 ചെക്കന്മാരുണ്ടായിരുന്നു വേറെ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ നോക്കും, ഇവ എഴുതുന്നുണ്ടോ, എന്താ ഒരു ലെവൽ കിട്ടാൻ. അപ്പോൾ ഇവൻ ഇടയ്ക്ക് ഇനിയും നോക്കും, എടാ എന്താ അങ്ങനെ ഒരു നമുക്കപ്പോൾ മനസ്സിലായി, ഓക്കെ ഇത് ടഫാണ്. അതെ, എന്തോ അങ്ങനെയായിരുന്നു, ലിറ്ററലി അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പോൾ ഒരു സമാധാനം വന്ന്, ഓക്കെ പേപ്പർ ടഫാണ്, എല്ലാവർക്കും ടഫാണ്. കാരണം നമ്മൾ ഏകദേശം ഹോസ്റ്റലിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് പോകുന്നവരാണ്. നമ്മളങ്ങനെ ആരും കുറച്ചാണ്, നമ്മളെല്ലാവരും ഒരേ ലെവലിൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാർ തന്നെ. അപ്പോൾ നമുക്ക് ഏകദേശം ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് മനസ്സിലായി. പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു, പേപ്പർ കൊടുത്തു, അപ്പോഴും ടെൻഷൻ ബാക്കിയാണ്, കിട്ടൂല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഏകദേശം ഇറങ്ങിയതും. സന്തോഷം തോന്നുന്നു, കാരണം എല്ലാവരും പ്രാർത്ഥനയും പേരൻസിൻ്റെ ഒക്കെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണല്ലോ. പിന്നെ എക്സാം കഴിഞ്ഞപ്പോൾ അവരോട് പറയാനും പറ്റില്ല, പേപ്പർ ടഫാണ്, കിട്ടൂലായിരിക്കും എന്ന് പറയാനും തോന്നിയില്ല. കാരണം അവരത്രയും ആൻഷ്യസായി വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ്. നമ്മളെങ്ങനെ പുറത്ത് പോയിട്ട് കിട്ടൂലട്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ഭയങ്കര ടഫായിരുന്നു കുറേ ദിവസം. പിന്നെ ടീച്ചേഴ്സിനൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 520, 525 ഒക്കെ ആയിരിക്കും കട്ട് ഓഫ്. നമ്മളൊരിക്കലും നീറ്റിൻ്റെ ചരിത്രത്തിൽ അത്രയും താന്നൊരു കട്ട് ഓഫ് ഇതുവരെ വന്നിട്ടില്ല, നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യണമില്ല. 525 ഒക്കെ കട്ട് ഓഫ്, എന്താ അത്രക്കൊന്നും വരുമോ, അങ്ങനെയൊക്കെ കുറേ ടെൻഷൻ അടിച്ചൊരു ടൈമായിരുന്നു നീറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസങ്ങൾ. പിന്നെ ഇങ്ങനെ മെല്ലെ സ്കോർ കൂട്ടി 553 ഉണ്ട്. 553 അല്ലായിരുന്നു ആദ്യം, 547 ആയിരുന്നു, 548 ആയിരുന്നു. പിന്നെ റിസൾട്ടിൻ്റെ അന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി കറക്റ്റ് ആയി, അങ്ങനെയാണ് 53 ആയി. അങ്ങനെ ഞാൻ സാർമാരോട് വിളിച്ചു ചോദിച്ചപ്പോഴും, കോഴിക്കോട് സാർമാരോട് വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു ഓക്കെ കിട്ടും, ടെൻഷൻ ആവണ്ട. അങ്ങനെ എത്തി. ഈ പറഞ്ഞ പോലെ ഫിസിക്സിലൊക്കെ ഞാൻ ആദ്യം തുടങ്ങാം. ഇപ്പോൾ സാധാരണ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു 45-50 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ എന്തായാലും ഫിസിക്സ് കംപ്ലീറ്റ് ആക്കും. ഫിസിക്സാണ് ഞാൻ എനിക്ക് സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ഈ 45 മിനിറ്റ് ക്ലോക്കിൽ നോക്കുമ്പോൾ ഞാൻ ആകെ 20 ക്വസ്റ്റ്യൻ, പിന്നെയും കിടക്കുകയാണ് 20-25 ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു പാനിക്കായി. ഞാൻ പിന്നെ വേഗം കെമിസ്ട്രി ഞാൻ ചെയ്യാൻ നിന്നില്ല, കാരണം ഇത് ടഫാന്ന് മനസ്സിലായി. പലതും ചെയ്ത് അറ്റത്തെത്തിയിട്ട് പിന്നെ എന്താ ചെയ്യണേ ബ്ലാങ്ക് ആയി. നല്ല ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസിലാണ് ചെയ്തു പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ പാനിക്കായി. പിന്നെ കെമിസ്ട്രിയും ബയോളജിയും വേഗം പോയി. ലാസ്റ്റ് ഒരു 15 മിനിറ്റിൽ എനിക്കൊരു 10-12 ക്വസ്റ്റ്യൻ ചെയ്യാണ്ട്. അതിലൊക്കെ
പറപ്പിച്ച് കയറും എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അതിലൊക്കെ സില്ലി മിസ്റ്റേക്ക്. ഇപ്പോൾ 9/6 ഞാൻ 6 എന്നൊക്കെ തന്നെ കൊടുത്തിച്ച് അത്രയും സില്ലി മിസ്റ്റേക്ക് 3 തെറ്റി. പക്ഷെ വേറൊന്നും എക്സ്ട്രാ തെറ്റിയില്ല. ആ ഒരു ആശ്വാസത്തിൽ അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആകെ പോയെന്ന് വിചാരിച്ചത്. കാരണം എന്തായാലും ഒരു 600+ ഇല്ല. കാരണം കഴിഞ്ഞ കൊല്ലമൊക്കെ കട്ട് ഓഫ് 670 ഒക്കെ. അപ്പോൾ പോയി ഞാൻ വിചാരിച്ചു, വീട്ടിലൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ അഗ്രികൾച്ചർ നോക്കാം, അതും നല്ല കോഴ്സാണെന്ന് കേട്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു നോക്കാം, ബാക്കിയുള്ളവർക്കൊക്കെ ടഫ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൂട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു 500 രൂപ. അപ്പോൾ ഒരു ആശ്വാസം തോന്നി, ഇപ്പോൾ ഒരു സന്തോഷം തോന്നുന്നു. സീറ്റൊക്കെ ഇത്രയും ടഫ് ആണെന്നുള്ളൊരു എക്സാം ഒബ്വിയസ്ലി എല്ലാവരിലേക്കും ആ ഒരു ന്യൂസ് എത്തി. നിങ്ങൾ ആ ഒരു എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ നേരിട്ട് പോയതാണ് സെന്ററുകളിൽ. അപ്പോൾ എല്ലാവരുടെയും ഫേസ് ഭയങ്കര ഡള്ളായിരുന്നു, ഭയങ്കര എന്താ പറയുക ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന രീതിയിലായിരുന്നു. പക്ഷെ അന്നാരോ നിങ്ങളുടെ സെന്ററിലേക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫസർമാരല്ലേ നിങ്ങളുടെ മെന്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, അവര് നിങ്ങളോട് അന്നേരമൊക്കെ എന്താണ് പറഞ്ഞത്? ഞാൻ നേരെ എക്സാം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലേക്കാണ് പോയത്. ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് ലാപ്ടോപ്പ് ബാഗ് അങ്ങനെയുള്ള സാധനം എടുത്ത് പിന്നെ വെക്കേറ്റ് എന്നുള്ളതിൽ അങ്ങനെ അവിടെ പോയതാണ്. അവിടെ പോയൊക്കെ ആരും എത്തിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഹോസ്റ്റലിൽ എത്തിയെന്ന് തോന്നുന്നു. എൻ്റെ മുന്നേറെ വന്ന് പോയെന്ന് പറഞ്ഞില്ല. അങ്ങനെ നോക്കുമ്പോൾ വാർഡനുണ്ട് പ്രണീഷ് സാർ. മൂപ്പര് പറഞ്ഞ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ കൈവിട്ട് പോയി എന്നുള്ളതിൽ നേരെ സാറ് പറഞ്ഞ് കുഴപ്പമില്ല, സ്ഥിരം ടോപ്പറാവുന്ന കുട്ടികൾ വരെ 20-30 ക്വസ്റ്റ്യൻ, 1ാം റാങ്ക് ദീപിനെ വരെ 20 തെറ്റിച്ച് നെയ്തിയില്ല എന്നും സാറ് പറഞ്ഞു. അപ്പോൾ സമാധാനം. ഞാൻ നോക്കുമ്പോൾ അങ്ങനെയാണ് ഞാനെത്ര 12-15 എഴുതാത്തുള്ളൂ. അത് പറ്റിയതെന്താ വെച്ചാൽ പറഞ്ഞ പോലെ ഫിസിക്സിൽ ഇവന് പറഞ്ഞു ഇവന് സ്റ്റാർട്ടിങ് 15 ഈസി ആയിരുന്നു, പിന്നെയാണ് ടഫ് വന്നത്. എനിക്ക് നേരെ തിരിച്ചായിരുന്നു. എൻ്റെ ലാസ്റ്റ് 15 ക്വസ്റ്റ്യാണ് 10 ക്വസ്റ്റ്യനാണ് ഏറ്റവും ഈസി ഉള്ളത്. അതായത് ഇവിടുത്തെ എക്സാമിനൊക്കെ മുന്നേ വന്ന ഡുവൽ നേച്ചർ ആ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ്, അത് കണ്ട് നല്ല പരിചയമുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഞാൻ OMR പോയതിനു ശേഷമാണ് ആ ക്വസ്റ്റ്യൻ ഞാൻ കാണുന്നത്. അതൊന്നും നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5-10 മാർക്ക് കൂടെ കാണുന്നത്. അപ്പോൾ എക്സാം കഴിഞ്ഞ് പേപ്പർ പോയി ഇങ്ങനെ വെറുതെ തിരിഞ്ഞോക്കിയത് അതും കൂടിയായി. പിന്നെന്താ പറയുക, ചുറ്റും നോക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവൾ ഇതേപോലെ കിടക്കുന്നുണ്ട്, കരയാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആകെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, ഒന്നുമില്ല. ഇതിപ്പോൾ കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ വിളിച്ച് 3-4 ആൾ വിളിച്ചവരൊക്കെ ഇവരൊക്കെ ഇതന്നെ പോയി ഇതന്നെ പറയുന്നത്. അവരാണെ വിളിച്ച 2-3 പേരാണ് എന്താ പറയുക വീക്കിലേക്കൊക്കെ അത്യാവശ്യം മാർക്ക് ഉണ്ടാകുന്ന കുട്ടികളാണ്. അപ്പോൾ അതൊക്കെ കേട്ടാലും പിന്നെ ടെൻഷൻ ആവുന്നില്ല. കാരണം അവർക്ക് ടഫാണ്. പിന്നെ അത്ര കൂടി ഇരുന്ന് ടഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയൊരു പ്രതീക്ഷയോടെ പിന്നെ പോയി. പിന്നെ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ 1ാം റാങ്ക് വാങ്ങുന്ന കുട്ടി ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ കുറച്ച് സന്തോഷമായി. സന്തോഷം പല പറയാം, സമാധാനമായി. സന്തോഷമല്ല, സമാധാനമായി. പിന്നെ എല്ലാവർക്കും ടഫാണ്, പിന്നെ പ്രശ്നമില്ലല്ലോ. കട്ട് ഓഫ് കുറയുന്നുള്ളൊരിതുണ്ട്. ഓക്കെ, നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ. കാരണം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ഇത് വിജയിച്ചു വന്നിരിക്കുന്നവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയായിരുന്നു അറിയാൻ തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു താങ്കളുടെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയേക്കാം? ആദ്യം ഡിസിപ്ലിൻ, നല്ലപോലെ ഡിസിപ്ലിൻ ആവണം. അപ്പോൾ എന്താ പറയുക, പഠിത്തം മാത്രമല്ല, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതുമാത്രമല്ല, നമ്മൾ ഫുഡ് കഴിക്കണ വരെ നമ്മൾ എന്താ പറയുക ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാണ്ട് നിൽക്കുക, അതൊക്കെ ഒരു എന്താ പറയുക അവസാനം നിങ്ങൾക്ക് തന്നെയാണ് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. പിന്നെ പഠിക്കാൻ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. ചിലപ്പോൾ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ നൈറ്റ് പേഴ്സൺ ആയിരിക്കും. പിന്നെ ഞാൻ ഏകദേശം രണ്ടുമാണ്. നൈറ്റാണ് കൂടുതലും, പക്ഷേ ഇടയ്ക്ക് ചിലപ്പോൾ മോർണിംഗ് ആവും. അത് പിന്നെ ടൈമിനനുസരിച്ച് അതും ശരിക്കും ബാഡാണ്. ഒരു ഇതിൽ സ്റ്റാർട്ടിങ് എങ്ങനെയാണോ പോണേ ആ രീതിയിൽ തന്നെയാണ് അവസാനം എൻഡിങ് ആക്കണമെന്നാണ് ഇതാക്കേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ചിലപ്പോൾ അടിപൊളിയായിട്ട് പോകും, പക്ഷെ അതിലല്ല കാര്യം. ലാസ്റ്റ് എങ്ങനെയാണോ അവസാനിക്കുന്നത് എന്താ പറയുക, അവസാനിക്കുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ നല്ലപോലെ അറ്റൻഡ് ചെയ്യുന്നത്, അതിലാണ് വിജയം. അപ്പോൾ അതാണ് എന്താ പറയുക ഏറ്റവും വലിയ. പിന്നെ ഞാൻ ഏകദേശം എന്താ പറയുക അധികം റെഫറൻസ് ഹാളിലായിരുന്നു. അതായത് എന്താ പറയുക ഹോസ്റ്റലും പഠിക്കും, പക്ഷേ കൂടുതലും ഞാൻ റെഫറൻസ് ഹാളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രൊഫസേഴ്സ് ഹാളിൽ പോവുക, പിന്നെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. പിന്നെ എന്താ പറയുക മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ പിന്നെ ക്ലാസ്സിൽ നിന്ന് എടുക്കണ കണ്ടൻറ്റ് അത് അവിടെ തന്നെ പഠിക്കുക എന്നുള്ളതിലാണ്. പിന്നെ അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അടുത്ത്. അപ്പോൾ അതിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ റെഫറൻസ് ഹാളിലേക്ക് ഉണ്ടാവുക. അപ്പോൾ റെഫറൻസ് ഹാൾ അപ്പോൾ അടുത്ത് ഡ്യൂട്ടി ഉണ്ട് പറഞ്ഞാൽ ഇത് എങ്ങനെ റിവൈസ് ചെയ്ത് തീർക്കും. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പിന്നെ അതിൻ്റെ വീക്കിലി വരുമ്പോഴേക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് തീർക്കുന്ന രീതിയിൽ നമ്മുടെ മെറ്റീരിയൽസ് ആയാലും കുറേ ഹെൽപ്ഫുള്ളാണ്.
പിന്നെ എന്താ പറയുക, പിന്നെ അവിടുത്തെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തത്, അത് ഇപ്പോൾ നമ്മൾ വീക്കിലി എക്സാം തന്നെയാണ് എത്രയോ ഇമ്പോർട്ടൻസ്. അതായത് ഒരു വീക്കിലി എക്സാം പോലും ഒഴിവാക്കരുത് എന്നാണ് പറയേണ്ടത്. കാരണം അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെയായാലും വീക്കിലി എക്സാം മുതൽ നമ്മളെ ലാസ്റ്റ് മോഡൽ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കാണും. അത് തന്നെ അതേ പാറ്റേൺ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നീറ്റ് എക്സാമിന് വരിക. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ പ്രിപ്പറേഷൻ എന്താ പറയുക, ഇങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കൊന്നും വരില്ല. അത് കണ്ട ക്വസ്റ്റ്യൻ എല്ലാം വെറും ഈസി ആയിട്ട് പോകും. പിന്നെ എന്താ പറയുക, മെൻ്റലി നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക എക്സാമിൽ ആ പേടി അങ്ങനെ പോയി കിട്ടും. അപ്പോൾ പിന്നെ എന്താ ഇത്ര എക്സാം ഇങ്ങനെ എഴുതി ആ ഒരു എക്സാം ഫിയറിനെ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് മാറ്റി അങ്ങ് കളയാണ്. യെസ്, അവിടെ എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു സ്ട്രാറ്റജി? പറഞ്ഞ മെയിനായിട്ട് ഡിസിപ്ലിനാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞപ്പോൾ 2 വീഡിയോ ഉണ്ടാ അത് വീണ്ടും പോകും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട ഡിസിപ്ലിൻ തന്നെയാണ്. നമ്മൾ വെറുതെ വീഡിയോ ആദ്യം നമ്മൾ വീഡിയോ കാണുന്ന സ്ഥിരം, അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു ഹൈ സാധനം കിട്ടും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മടി അതിനെ കോങ്കർ ചെയ്യും. ഡിസിപ്ലിനായിട്ട് നമ്മൾ പോകുക എന്നുള്ളതായിരുന്നു മെയിനായിട്ട്. അപ്പം അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക, മെയിനായിട്ട് സ്റ്റഡി മെറ്റീരിയൽ സാറുമാർ ചെയ്യുന്ന സാധനം. അപ്പം ഞാനത് വീണ്ടും റൂമിലെത്തിയിട്ട് ഒന്നുകൂടി ചെയ്യാൻ ട്രൈ ചെയ്യും. അതേപോലെ ഈ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ബയോളജി ഒക്കെ ചെയ്യാൻ നല്ല രസമാണ്. ഇത് പ്രത്യേകിച്ച് ഒന്നും കാൽക്കുലേഷൻ ഇല്ലോ. ഞാൻ കട്ടിൽ കിടന്ന് വെറുതെ കുത്തി നോക്കി അങ്ങനെയൊക്കെ ക്വിസ് മോഡിലൊക്കെ ഇട്ടിട്ട് കളിച്ച് അങ്ങനെ ആ ഒരു രീതിയിലും ക്വസ്റ്റ്യൻസ് കുറേ ട്രൈ ചെയ്യുമായിരുന്നു. പിന്നെ വീക്കിലി എക്സാം കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവും, ഇതെനിക്ക് 2ാമത്തെ പ്രാവശ്യം വന്നാൽ ഞാൻ ചിലപ്പോൾ തെറ്റിക്കുന്നത്, അങ്ങനത്തെ ഞാൻ മാറ്റി എഴുതലുണ്ടായിരുന്നു. അത് എൻ്റെ റൂംമേറ്റ് ഫർദി എന്ന് പറഞ്ഞു, അപ്പോൾ അവനത് മെയിനായി ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണെങ്കിലും ഞാനും അങ്ങനെ മാറ്റി എഴുതി വയ്ക്കാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ. പിന്നെ അതേപോലെ ഒട്ടും കിട്ടില്ലെന്ന് തോന്നിയാൽ ഭിത്തിയിൽ എഴുതി വയ്ക്കും. അപ്പോൾ നമ്മൾ കണ്ട് പഴകി കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റിയിട്ട് വേറെ ഭിത്തിന്ന് അറിയുമല്ലോ എങ്ങനെ പോയാലും, ഒരു ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതിയത് വരും, അങ്ങനെ മാറ്റാനും ആ ഒരു രീതിയിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ തന്നെ പെർഫെക്റ്റ് ആക്കുക. ഡിസിപ്ലിൻ ആയിട്ട് ഇപ്പം പറഞ്ഞാൽ ഫുഡാണെങ്കിലും സ്ലീപ്പാണെങ്കിലും ഒക്കെ ഉറങ്ങാണ്ടൊക്കെ പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറയാം, എനിക്ക് തലവേദന വരും ചിലപ്പോൾ. അതായത് ഞാനൊരു എന്താ പറയുക, ഒരു 6 മണിക്കൂറൊക്കെ ഉറങ്ങണം. അതിപ്പോൾ ചിലപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഉറങ്ങിയില്ലെങ്കിലും. പക്ഷെ നമ്മളങ്ങനെയായിട്ട് തീരുമാനിക്കാതെ അതൊരു ഡിസിപ്ലിൻ പോലെ ഞാൻ ചിന്തിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പം ഞാൻ ഒരു 9-9:30 ആകുമ്പോൾ ഞാനെൻ്റെ കിടന്നുറങ്ങും, എന്ത് വന്നാലും കുഴപ്പമില്ല. അധികം ആൾക്കും അസൂയുള്ള കാര്യം എൻ്റെ ഉറക്കം. അധികം ആൾക്കുള്ളൊരു അസൂയാണ് ഇത്ര നേരത്തെ കിടന്നിട്ട പോലെ. ഞാൻ കിടന്ന ഉറങ്ങും, എനിക്കധികം സമയമൊന്നും വേണ്ട. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ എണീക്കും. അത് ഞങ്ങൾ കാണലുണ്ട്, അത് കഴിഞ്ഞിട്ട് കിടക്കലെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇവരുണ്ടാവും, ഞാൻ 4 മണിക്ക് എണീക്കുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ ലാസ്റ്റ് എക്സാം സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവലുണ്ട്. അപ്പം മെയിനായിട്ട് എനിക്ക് ഉറക്കം ഞാൻ നോക്കിയിരുന്നു. ഉറക്കം കറക്റ്റ് ഒരു 6-7 മണിക്കൂർ എങ്ങനെ പോയാലും ഞാൻ ഉറങ്ങും. അപ്പം ആ ഒരു ഉറക്കമാണെങ്കിലും മൊത്തത്തിൽ കുറച്ചുകൂടി സ്ട്രക്ചേർഡായിട്ട് കഴിയാത്ര, എപ്പോഴും നമുക്ക് നടക്കുകയൊന്നുമില്ല, റോബോട്ടൊന്നുമല്ല. അപ്പോൾ ഒരു കഴിയാവുന്നത്ര നമ്മളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എത്രയാണോ അത്ര. പിന്നെ പറ്റ ഡൗൺ ഒക്കെ ആകുമ്പോൾ നമ്മുടെ സാറുമാർ ജോർജ് സാറൊക്കെ അവിടെ കോർഡിനേറ്ററോടൊക്കെ സംസാരിക്കാനൊക്കെ നമുക്ക് അവസരമുണ്ട്. അപ്പം അങ്ങനെയല്ലേ. പിന്നെ പാലയിലെ ജോർജ് സാറും നമ്മുടെ അങ്ങോട്ട് വരും. സാറ് വരുന്ന ദിവസം നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. സാറെ കണ്ട് സാർ എന്താ ഇന്ന് പറയാൻ പോവുക, കാരണം ഓരോ ദിവസം പുതിയതാവുമല്ലോ എന്തായാലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സാറിങ്ങനെ മറ്റുള്ളവരെ വെച്ചൊക്കെ പറഞ്ഞ്, അതായത് ഈ ക്യാമ്പസിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ ബാച്ച്, അപ്പോൾ നമുക്കൊരു തരിപ്പ് ആ ഒരു ഇതിനകത്ത് കയറിയിട്ട് അങ്ങനെയും ദിവസങ്ങളൊക്കെ. അപ്പോൾ ആ രീതിയിലായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. ഓക്കെ അങ്ങോട്ടേക്ക് വരും. എനിക്ക് ചോദ്യത്തിന് ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തുവാണ്. ഇപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ സ്ട്രാറ്റജി, എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്തത്. താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തെല്ലാമാണ് ഒരു നീറ്റ് ആസ്പിരൻറ്റ് ചെയ്യരുതാത്തത്? പറയാനുള്ള മെയിനായിട്ട് പറയാനുള്ള ഇപ്പോൾ അതായത് ഓവർ ഡൗട്ടും കൊണ്ട് കൂടുതലുള്ളവരടുത്ത് പോകരുത്. അതായത് അവർ 1-2 ക്വസ്റ്റ്യനൊക്കെ ഓക്കെ പറഞ്ഞു തരുന്നതിന് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അധികമായാൽ പിന്നെ അവരുടെ ടൈം കൂടിയാണ് നമ്മൾ ഇതാക്കുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ വേറെ ഒന്ന്, ഇപ്പോൾ ഒരാളോട് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൽ കുത്തിക്കയറി ഇടപെട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കുറേ പേര് പരിചയമുണ്ട്. അതിനെ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് സോൾവ് ആക്കി മാക്സിമം ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് സോൾവ് ചെയ്യുക. ഇതിപ്പോൾ എന്താ പറയുക, ടാബിൽ എവിടെ മറ്റേ ഡൗട്ട് ചോദിക്കാനുള്ള ഉണ്ടല്ലോ, അങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ട് എന്താണേലും ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഏറ്റവും നല്ലത് സ്വന്തം കണ്ടുപിടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് പൈ തപ്പിപ്പോയതൊക്കെ നമുക്ക് നല്ല മെമ്മറി ഉണ്ടാവും. അത് മാത്രം അത് തന്നെ. പിന്നെന്താ പറയുക, അതായത് പറഞ്ഞ പോലെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. കാരണം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത വഴികൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഇത് ഇങ്ങനെ ചെയ്തിട്ടാണല്ലോ കിട്ടിയത്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ പിന്നെ കണ്ടാൽ ഇത് ഞാനന്ന് തപ്പിപ്പിടിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ. അത് പിന്നെന്താ ഈ പറഞ്ഞ പോലെ ചിലവർ രാത്രി ആയിരിക്കും പഠിക്കുക, അതാണ് ഈ കൂടെ ഉള്ളവർ രാവിലെ പഠിക്കുന്ന കണ്ട് അങ്ങോട്ട് മാറേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് കംഫർട്ട് ഉള്ളത് അവിടെ ആക്കുക. അതായത് ഇവൻ പറഞ്ഞല്ലേ, ഇവൻ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുന്നത്. ഞാൻ അധികവും ഇവൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഇവനോട് ഹലോ പറഞ്ഞിട്ടാണ് പോയി കിടക്കാറ്. ഞാൻ രാത്രിയാണ് പഠിക്കല് അധികവും.
ഹോസ്റ്റലിൽ തന്നെ റെഫറൻസ് ആണ്. നമ്മൾ ലാസ്റ്റൊക്കെ എക്സാം ആകുമ്പോൾ നമ്മൾ തെറ്റിന്ന് പറഞ്ഞാൽ തന്നെ വേഗം പോയി വീഡിയോ കണ്ട് അതങ്ങ് തീരുമാനമാക്കും. പക്ഷെ ഒട്ടും എഫക്റ്റീവ് അല്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് സ്വന്തമായി ചെയ്തങ്ങോട്ട് നോക്കുക. പറ്റില്ലെങ്കിൽ വേണ്ട ഒരു 10 മിനിറ്റ് കളഞ്ഞാലും കുഴപ്പമില്ല. അത് വെർത്താണ് ആ സമയം കളയുന്നത്. അല്ലെങ്കിൽ ടെക്സ്റ്റ് തപ്പി കണ്ടുപിടിക്കുക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. അത്ര ഓർമ്മയായിരിക്കും. ഇപ്പം ചില ഫിസിക്സ് ഒക്കെ ഞാൻ ഡിറൈവ് ഒക്കെ ചെയ്യുന്നുണ്ട്, അത് ഒരാവശ്യമില്ല. പക്ഷെ നമുക്കിപ്പോൾ അത്ര സമയമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞു നമുക്ക് ഒട്ടും സമയമില്ലായ്മയൊന്നുമില്ല. അപ്പോൾ ചിലതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഓർമ്മയിലേക്കും അവിടുന്ന് ചാടി ഇങ്ങോട്ട് ഫിസിക്സ് ഒക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വർഷം വന്ന് അങ്ങനത്തെ ടൈപ്പ് പലതും സത്യം പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഔട്ട് ഓഫ് ദ ബോക്സ് പോലെ ചിന്തിച്ചാൽ പെട്ടെന്ന് ചാടി ഉത്തരത്തേക്ക് എത്തുന്ന ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിൽ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളിങ്ങനെ ഇത് പെട്ടെന്ന് കഴിഞ്ഞു, ഓക്കെ ഇനി അടുത്തത് അങ്ങനെ പറഞ്ഞ് ഒന്ന് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ കൂടുതൽ നന്നാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി വെച്ച് പോകാണ്ട് ചെയ്യുന്ന കാര്യം അത് വേഗം എത്തുക എന്നുള്ളതല്ല, ബേസ് സ്ട്രോങ് ആക്കുക. അതെ. 3 പേരുടെ സ്ട്രാറ്റജി അവർ പറഞ്ഞു. താങ്കളുടെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി? മെത്തേഡ് ഓഫ് സ്റ്റഡി അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത് ഇതൊരു ലോങ് ജേർണിയാണ്. ഇതിപ്പോൾ 1 ഇയർ പ്രിപ്പയർ ചെയ്യേണ്ട 23.5 lakh കുട്ടികളെ എത്തുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അത്രയും വലിയൊരു എക്സാമാണ്, അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം ഈ എക്സാമിന്. അല്ലാതെ ഇത് ഭയങ്കര സില്ലിയായി കണ്ട് ഇതിപ്പോൾ എന്താ അങ്ങനെ കുറേ മെൻറ്റാലിറ്റി ഞാൻ കണ്ടിട്ടുണ്ട് ത്രൂ ഔട്ട് ദി ഇയർ. ഇതിപ്പോൾ ലാസ്റ്റ് 2 മാസം പഠിച്ചാൽ പോരെ, അങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ട്. ഭയങ്കര സില്ലിയായി കണ്ട് ഒരു ഓവർ കോൺഫിഡൻസിൽ നടക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ടായിട്ടുണ്ട്. അപ്പം അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അത് ഭയങ്കര ഹാംഫുള്ളാണ്. കാരണം നമ്മൾ വിചാരിക്കണ പോലെ അല്ല. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സ്ട്രീം ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അവിടെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 10 അല്ലെ +2 കഴിഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അവര് ഒരു 5 അല്ലെ 6ാം ക്ലാസ് മുതലേ ഇങ്ങനെ ഇതൊന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്, ചിന്തിച്ചു വരുന്നവരാണ്. അപ്പം നമ്മൾ അവരായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അത് എപ്പോഴും മൈൻഡിലുണ്ടാവുക. പിന്നെ ഹെൽത്തി ആയിട്ട് കോമ്പീറ്റ് ചെയ്യുക. അത് ഹെൽത്തി ആയിട്ട് കോമ്പീറ്റ് ചെയ്യുക. നമ്മളെ കൂടെ ഉള്ളവർക്കും നമ്മളെ ഇപ്പം കയറണം, ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാവുക. അത് പലർക്കും ഇടയിലൊരു ഈഗോ ഇഷ്യൂസും പിന്നെ മാർക്കും റാങ്കും അങ്ങനെ വെച്ചിട്ട് ചെയ്യാതിരിക്കുക. അത് നമ്മളെ ലോങ് റണ്ണിൽ ഹെൽപ്പ് ചെയ്യില്ല. നമുക്ക് തന്നെ ഒരു ഈഗോയും പിന്നെ നമ്മളെ മൈൻഡ് ഫുൾ അതിൻ്റെ ബാക്കിലായിരിക്കും. എങ്ങനെ ലൈക്ക് ആ ഒരു സിംഗിൾ പേഴ്സണിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതും മാക്സിമം ഒഴിവാക്കുന്നു. ആക്ച്വലി ഇപ്പോൾ വലിയൊരു ഫാക്ടറാണ് പറഞ്ഞ് കമ്പയർ ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തിരുന്നോ? അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ ബാക്കിയുള്ളവരുമായിട്ടുള്ള ഇപ്പോൾ അവർക്ക് കിട്ടുന്ന മാർക്ക് എൻ്റേത് കുറഞ്ഞു പോയോ എൻ്റേത് കൂടിയോ, അതിനോട് എങ്ങനെയാണ് ഒരു അപ്രോച്ച്? എങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഇല്ല, നമ്മൾ ഹോസ്റ്റലിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും ടോപ്പാക്കും. അതെ അങ്ങനെയായിരുന്നു. നമ്മള് പൈസ പൊട്ടിക്കുക. മാർക്ക് കൂടുതലുള്ളവരെ ഞങ്ങളെ കമ്പാരിസൺ എന്ന് വെച്ചാൽ കൂടുതൽ മാർക്കുള്ളവരോട് ചെലവ് മേടിക്കുക. അതായിരുന്നു ഞങ്ങൾ ആ മൈൻഡ്. എല്ലാവരുടെ വിക്ടറി നമ്മൾ എൻജോയ് ചെയ്യും. അതായത് ഞങ്ങൾ തന്നെ അത് ഹോസ്റ്റലിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി തീർന്നു വരിക എന്നുള്ളൊരു മൈൻഡ്. കിട്ടിയവന് കൂടുതൽ ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്തിട്ടുള്ള ആളാണ് തൗഫീൽ. ഞാനായിരിക്കും. എനിക്ക് ഒരു പ്രാവശ്യം ക്യാഷ് പ്രൈസ് കിട്ടിയുള്ളൂ. അത് അവിടെ തന്നെ തീർന്നു. അപ്പൊ അതാണ് കോഴിക്കോട്ടെ ക്യാമ്പസിലെ കമ്പാരിസൺ. അതാണ് ജയിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കും. അതുണ്ട്. നല്ലൊരു വൈബാണ്, ഒരു പ്രത്യേക ഒരു വൈബാണ്. എല്ലാവരും കൂടി സൗട്ടെന്ന് വെച്ചാൽ വലിയതൊന്നുമല്ല. കാരണം ക്യാഷ് പ്രൈസ് ആയിട്ട് 100-200 ഒക്കെ കിട്ടുക. അത് തന്നെ എന്താ പറയുക, ഒരു 10 ഹോസ്റ്റലിലുള്ള എല്ലാവരും ഉണ്ടാവും ഓരോ ചായക്ക്. അധികം ക്യാഷ് പ്രൈസിന്റെ പുറത്തുള്ള പൈസയാണ് പൊട്ടുക. പക്ഷെ ചായ കുടിക്കാന്ന് പറഞ്ഞു പിന്നെ അവിടെ കാലിയാക്കി വരും. ആ ഒരു ബ്രേക്ക് ടൈം ആണല്ലോ, കാണുന്നവർക്കൊക്കെ ചായ മേടിച്ചു കൊടുക്കേണ്ടി വരും. ചില ഹോസ്റ്റലിലൊക്കെ ഇപ്പോൾ ബോയ്സ് ഗേൾസ് അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ എന്നാൽ പോലും ചില ഹോസ്റ്റലിലൊക്കെ മറ്റേ ബുക്ക് ഒളിപ്പിച്ച് വെക്കുക, അലാറം ഓഫ് ആക്കി വെക്കുക, അങ്ങനത്തെ ഒക്കെ പലതും കേൾക്കുമ്പോൾ അന്തമുണ്ട്. കാരണം നമ്മൾ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ നമ്മൾ ഇവരല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി 23 ലക്ഷം പേരെ നമ്മൾ മൈൻഡ് ആക്കണം. നമ്മുടെ കൂടെയുള്ള ഒരാളെ തോപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അയാളും കൂടി ഹെൽത്തി ആയിട്ട് ചെയ്താൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് മോളിക്ക് പോകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ പിന്നൊക്കെ അങ്ങനത്തെ ഓരോ കളികളിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരി സങ്കടം. 2 പേരും തോക്കുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. അപ്പം അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. കാരണം ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ അതിനുശേഷം ടൂറൊക്കെ പോയതാണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ബിൽഡ് ചെയ്യാം, ഒരു നല്ല ജോലിയും അല്ലെങ്കിൽ നല്ലൊരു കരിയറൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാം. അതേപോലെ നല്ലൊരു സർക്കിൾ ഉണ്ടാക്കുക, നല്ലൊരു സ്റ്റഡി സർക്കിൾ ഉണ്ടാക്കുക. നമ്മളെ ഹോസ്റ്റൽ അതായിരുന്നു പ്രത്യേകത. നമ്മളെല്ലാവരും ഒരുമിച്ച് റെഫറൻസിന് പോവുക, ഒരുമിച്ച് ഇരുന്ന് പഠിക്കുക, ഒരുമിച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. ഒരാളായിട്ട് ഒരിക്കലും ഹോസ്റ്റലിൽ ഇരിക്കുക, ഒരാളായിട്ട് റെഫറൻസിന് നമ്മൾ റെഫറൻസിന് രാത്രി പോകുന്നുണ്ടോ എല്ലാവരോടും ചോദിച്ചിട്ട് നമ്മൾ ഒരു ഫ്ലോർ ഒരുമിച്ചേക്കും പോവുക. അല്ലെങ്കിൽ അതേപോലെ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കില്ല. അഥവാ നിൽക്കുകയാണെങ്കിൽ ആ ഫ്ലാറ്റ് മിനിമം ആ ഫ്ലാറ്റിലുള്ള എല്ലാവരും അവിടെ കൂടെ നിൽക്കും. ആ ഒരു പിയർ ഗ്രൂപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ജേർണിയിൽ. കാരണം ഇത്രയും സ്ട്രെയിനേഴ്സ് ആയ ഒരു ജേർണിയാണ്, ഭയങ്കര ലോങ് ആണ്. നമ്മൾ ചെറിയ പ്രിപ്പറേഷൻ പോലെ സ്ട്രെസ് ഉണ്ട്.
അപ്പം അതിനൊക്കെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ കുറേ ഫ്രണ്ട് സർക്കിളും എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാനൊക്കെ കണ്ടൊരു ടഫ് ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇവരും കണ്ടിട്ടുണ്ടാവും. ഇവര് കണ്ട ടഫ് ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു, അത് കാണിച്ചിരിക്കും ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടാണ്. അല്ലാതെ ഇത് ഞാൻ കണ്ടു ഇതിപ്പോ അവർക്ക് കിട്ടണ്ട അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഒരിക്കലും തോന്നിയില്ല. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ ഒരു മെത്തേഡ് വേറെ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ആവണമെന്നില്ല ഫിസിക്സ് അവൻ ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ നമുക്ക് 2 മെത്തേഡും കിട്ടും. നല്ല മെത്തേഡ് വെച്ചാൽ ചൂസ് ചെയ്യാം. അതൊക്കെ ഭയങ്കര ഹെൽപ്പ്. അതിന്റെ പേരിൽ അടി ഉണ്ടാവും, അത് വേറെ. ചിലപ്പോ എന്റെ മെത്തേഡ് നല്ലത് അങ്ങനെ കുറെ സംഭവം ഉണ്ട്. അത് മാക്സിമം ഉണ്ടാക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം അതൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എക്സാമിൽ. നമ്മള് ഈഗോ കൊണ്ട് നടന്ന് ലാസ്റ്റ് ഉണ്ടാക്കിയ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്ന് വെച്ചാൽ അവൻ കിട്ടണ്ടെന്നല്ല, അവനും പോയി കാണിച്ചു കൊടുക്കും, അത് അവനും കിട്ടൂല. ഈ ഒരു എക്സാമിന് പ്രത്യേകത അങ്ങനെയാണല്ലോ, ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ് ഉള്ളൂ, ഇത്രയും പേര് കോമ്പീറ്റ് ചെയ്യുന്ന എക്സാം ആണ്. അപ്പൊ അതിനാണല്ലോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതെ, അതാണ്. അതെ, ഈ 2026 നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സജഷൻ? 2026 എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഒരിക്കലും പേപ്പറിനെ ഗസ് ചെയ്യാതിരിക്കുക. ഇപ്പം ഓക്കെ 25 ഇങ്ങനെ ആയിരുന്നു, 26 ഇങ്ങനെ ആവും, അതൊരിക്കലും ചെയ്യാതിരിക്കുക. ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ പ്രിപ്പയർഡ് ആണെന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം ബിൽഡ് ചെയ്യുക. അത് എപ്പോഴും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഉണ്ടാവുന്നത് എക്സാമിൻ്റെ ഒരു 2-3 മാസം മുന്നെയാണ് നമ്മൾ ഈ ഒരു ടെൻഷനിലേക്ക് വരുന്നത്. ഓ 25 ഇങ്ങനെ ആയിരുന്നു, 24 അങ്ങനെ ആയിരുന്നു, അപ്പോൾ 26 ഇങ്ങനെ. ആ പ്രൊഡിക്ഷനിൽ കുറേ പേര് പോവും, എന്നിട്ട് എക്സാം നേരെ ഉൾട്ടായി വരും. അതിൽ കുറേ പേർക്ക് മേജർലി പറ്റുന്നൊരു മിസ്റ്റേക്ക് ആണത്. ക്വസ്റ്റ്യൻ പേപ്പറിന് പ്രെഡിക്റ്റ് ചെയ്യാതിരിക്കുക. ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ കേപ്പബിൾ ആണ്, നമ്മൾ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോളിയം ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ബിൽഡ് ചെയ്യുക. പിന്നെ പ്രാർത്ഥിക്കുക, അത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ദൈവത്തിന്, ഇവിടെ സർമാരെല്ലാം പറയുന്ന പോലെ ദൈവത്തെ മുറുകി പിടിച്ച് നമുക്ക് കിട്ടും. ആ ഒരു കോൺഫിഡൻസ് തന്നെ മുന്നോട്ട് പോവുക. എന്നാൽ ആ കോൺഫിഡൻസ് ഏറാനും പാടില്ല. നമ്മൾ ഓവറായി തലയിൽ കയറിയിട്ട് ഇതിപ്പോൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും ഇല്ലാതിരിക്കുക. ഒരു മീഡിയം ലെവലിൽ ഓക്കെ, എനിക്ക് വിധിച്ചതാണെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്, ഓക്കെ എനിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് കിട്ടും, വിധിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വിധിച്ചില്ല. ആ ഒരു മൈൻഡ് സെറ്റ്, ഒരു പോസിറ്റീവായ ഒരു ആപ്റ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. പിന്നെ അതേപോലെ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. കാരണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഒരു അടുത്ത 2-3 മാസത്തെ ഒരു മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ബാഡായിരിക്കും. കാരണം നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര മോശമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോവുക. ഞാനത് പറയാൻ കാരണം വിഷമിപ്പിക്കാനല്ല, പക്ഷേ അതിൻ്റെ ഒരു റിയാലിറ്റിയാണ്. കാരണം നമ്മളെല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യും, എന്തോ ഈ ഒരു കൊല്ലം പഠിച്ച് എന്തായിരുന്നു ചെയ്തത്, എന്താ കിട്ടാത്തത്, ആ ഒരു ക്വസ്റ്റ്യനിങ്ങും നമ്മളെല്ലാം ഭയങ്കര മെൻ്റലി ടോർച്ചർ ചെയ്യുക ആൾക്കാർ. അത് നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടാവും, നമ്മളെ റിലേറ്റീവ്സ് ഉണ്ടാവും, നാട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നും ചിലപ്പോൾ. അയ്യോ, ഞാൻ വർക്ക് ചെയ്ത് കുറഞ്ഞു പോയോ, ഞാൻ ആവശ്യത്തിന് വർക്ക് ചെയ്തിട്ടില്ലേ. അതിനൊന്നും ചാൻസ് ഇല്ലാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ആ ക്വസ്റ്റ്യനൊന്നും റെലവൻസ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുക, മാക്സിമം ഡൗട്ട് ക്ലിയർ ചെയ്യുക. അതും എനിക്ക് എടുത്തു പറയാനുള്ളതാണ്. കാരണം കുറേ പേർക്ക് ഡൗട്ട് ചോദിക്കുന്നത് എന്തോ ഭയങ്കര മടിയാണ്. സാർ ഇപ്പം എന്താ വിചാരിക്കുക, അയ്യോ ഞാൻ ഇത്രയും പൊട്ട ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിക്കുമോ. നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ഇനീഷ്യൽ പഠിക്കുന്ന ഒരു സമയത്ത് ഈ റിപ്പീറ്റിംഗ് തുടങ്ങിയ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയും പൊട്ട ക്വസ്റ്റ്യൻ ആരെയും ചോദിക്കുമോ. അങ്ങനെയൊക്കെ അതൊന്ന് ചിന്തിക്കാതെ ഇരിക്കുക. കാരണം ഏത് പൊട്ട ക്വസ്റ്റ്യൻ ആയാലും അതതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സംഭവമാണ്. അപ്പം അതറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലൊന്നും അറിയില്ല. അപ്പം അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. അതെ, അതിന് ബ്രില്യൻ്റിലെ സാർമാർ എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. അതിലൊരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. ഇവിടുത്തെ മെൻറ്റേഴ്സും ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ ഫാക്കൽറ്റീസും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ്. അതാണ് ബ്രില്യൻ്റിൽ ഏറ്റവും നല്ലൊരു കൾച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മളൊരു ഫാമിലി പോലെ, ഒരിക്കലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഹെൽപ്പ് ചോദിക്കുക, വേണ്ടി വന്നാൽ ഹെൽപ്പ് ചോദിക്കുക. മെൻ്റലി ഒക്കെ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും, നമ്മളൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട്. ഒരു പോയിന്റിൽ എക്സാമിന് മാർക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. റാങ്കൊക്കെ, എൻ്റെ റാങ്കൊക്കെ പറയാനാണെങ്കിൽ ഭയങ്കര താഴായിരുന്നു ഒരു മോഡൽ എക്സാമിൻ്റെ ഒരു സമയത്ത്. അപ്പം അതിലൊക്കെ നമ്മൾ മുന്നോട്ട് വന്നത് നമ്മളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും കോഴിക്കോട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ മെൻറ്റേഴ്സും ടീച്ചേഴ്സും അവരെല്ലാവരും നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹെൽപ്പ് ചോദിക്കാൻ മടിക്കാതിരിക്കുക, മാക്സിമം പ്രിപ്പയർ ചെയ്യുക, പിന്നെ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ബിൽഡ് ചെയ്യുക, ഹെൽത്തി ആയ ഫ്രണ്ട് സർക്കിൾ ബിൽഡ് ചെയ്യുക. നമ്മളതിനിപ്പം നവനീത് പറഞ്ഞ പോലെ നമ്മൾ എത്രയോ ട്രിപ്പ് പോകും എക്സാം കഴിഞ്ഞതിന് ശേഷം. അതൊക്കെ നമ്മളാ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് നല്ലൊരു കോളേജ് കിട്ടട്ടെ, നല്ലൊരു എക്സാം ആവട്ടെ 2026.
എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇതാ കണ്ടില്ലേ, കളക്റ്റീവായിട്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് ഇതുപോലെ സഞ്ചരിച്ചാൽ വിജയം നേടാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന ഈ 4 പേര്. അപ്പോൾ ഈ നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ബ്രില്യൻ സ്റ്റഡീസിലേക്ക് എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി തിരിച്ചെത്തിയതാണ്. അപ്പോൾ ആ തിരിച്ചെത്തിയതിനും ഈ ഒരു ഇൻ്റർവ്യൂ നമുക്ക് തന്നതിനും വളരെയധികം നന്ദിയുണ്ട്. വളരെ രസകരമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സംസാരം ഇത്ര നേരം നമ്മൾ കൊണ്ടുപോയത് തന്നെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ മികച്ച ഒരു കരിയർ എല്ലാവർക്കും തന്നെ ആശംസിക്കുന്നു. ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കം മാത്രമാണ്. ഒരു വാതിൽ തുറന്നു കിട്ടി എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ആ യാത്രയിലൊക്കെ മികച്ച വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് നാൾ ഈ ഒരു സൗഹൃദം ഇതുപോലെ തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.